ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇപ്പം തന്നെ ഒരു ടൈം ഒരു 3-3:30 ആയിട്ടുണ്ട് കേട്ടോ. നിക്കു നല്ല ഉറക്കമാണേ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നിക്കുവിനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു പാർട്ടി വെയർ ലെഹങ്ക പോലത്തെ. അപ്പം അവൾ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അവൾ ഉറങ്ങുന്നത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അതിനിടയ്ക്ക് മാത്രമേ ഉറങ്ങാറുള്ളൂ കേട്ടോ. അവൾ റൂമിൽ കിടന്ന് ഉറങ്ങുവാണ്. നമ്മുടെ റൂം മേളിലാണ്. അപ്പം അത് തയ്യൽ മെഷീൻ ഇട്ടേക്കുന്നത് മേളിൽ ടെറസിൽ ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയിരുന്ന് സ്റ്റിച്ച് ചെയ്യും. പക്ഷേ എനിക്ക് ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവൾ ഉണരുമെന്ന പേടിയാണ് എനിക്ക്. ഇവൾ പെട്ടെന്ന് ഉണരും. അവിടെ തടങ്ങിയിരുന്ന് സ്റ്റിച്ച് ചെയ്യാറില്ല. ഞാനിങ്ങനെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയൊക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഉണരോ എന്ന് പറഞ്ഞ് നോക്കിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും സമാധാനമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരു ചെറിയ കരച്ചിൽ കേട്ടെന്ന് തോന്നിയാൽ തന്നെ ഓടിപ്പോയി ഞാൻ നോക്കും. അപ്പുറത്തൊക്കെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ സൗണ്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ഞാൻ അവളെ വെച്ച് പെട്ടെന്ന് ഓടിപ്പോയി നോക്കും. അദ്ദേഹം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്കിങ്ങനെ എന്നെ കൊണ്ട് നടന്ന് കട്ട് ചെയ്തൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആൾ ഉണർന്നിട്ടുണ്ട്. ഉണർന്ന് കുറച്ച് ടൈം വരെ ആളുടെ മൂഡ് ശരിയായിരിക്കത്തില്ല കേട്ടോ. നോക്ക് ചക്കര മിണ്ടൂലേ, പിണക്കൂ. പിന്നെ ആളെ നോക്കിയായപ്പോഴത്തേനും ഞാൻ കുളിപ്പിക്കാൻ നേരത്തെ. സാധാരണ ഞാൻ രാവിലെയാണ് അവളെ കുളിപ്പിക്കാറ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, രാവിലെ തന്നെ നല്ല വെയിലും ചൂടൊക്കെയാണ്. അപ്പം കൊണ്ടിട്ട് കുളിപ്പിക്കേണ്ട നേരത്തെ നല്ല വെയിലൊക്കെ താഴ്ന്നിട്ട് കുളിപ്പിക്കും കേട്ടോ. അങ്ങനെ കുളിച്ച് ഞങ്ങളിതേ ഫ്രഷായിട്ട് തലയൊക്കെ തോർത്തി വന്ന് നിൽക്കുവാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ അവൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് കുളിച്ച് കഴിഞ്ഞിട്ടും ഇത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഞാനങ്ങനെ ഇച്ചിരി വെള്ളമായാൽ പോലും ഡ്രസ്സ് മാറ്റി കൊടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സ് ഒരുപാട് വാഷ് ചെയ്യാനുണ്ടാവും. ഇത്തിരി എന്തെങ്കിലും ആയാൽ തന്നെ ഞാൻ ഡ്രസ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് നമ്മൾ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് താഴെ ഇറങ്ങിയപ്പോൾ ചേച്ചിയും ഭദ്രയില്ല. അവർ ചെറിയൊരു ഷോപ്പിംഗ് ആയിട്ട് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയേക്കുവാണ്. അമ്മ കിടക്കുവാണ് കേട്ടോ. ഒരു 4 ആയതേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് ചായ ഉണ്ടാക്കാമെന്ന് കരുതി. ചായ ഉണ്ടാക്കാം നിക്കുന് പാപ്പൻ തെറ്റമ്മ. മുട്ട പപ്പടോ തരില്ല. അങ്ങനെ അവളെ ഞാൻ പപ്പടം കൊടുത്ത് ഒതുക്കി അവിടെ തിരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ എടുത്തു. ഇടയ്ക്കിടയ്ക്ക് എന്നെ കിടന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ നിന്ന് സേഫാക്കി ഇരുത്തിയിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണേ. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും പപ്പടം വേണമെന്ന് പറഞ്ഞ് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ അധികം കൊടുക്കാറില്ല പപ്പടമൊന്നും. അതുകൊണ്ടായിരിക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വന്നു കേട്ടോ. വേണം പപ്പടോ? ഈയടാ ഒന്നുകൂടെ ചോര് തരാം. കള്ളക്കരച്ചിൽ വേണ്ട. പപ്പടം വേണോ? ഇങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ കഴിക്കാൻ എടുത്തത്. യുണീബിക്കിൻ്റെ ബിസ്ക്കറ്റ് അങ്ങനെ ഇട്ട് കഴിക്കുവാണ് കേട്ടോ. നിക്കുനെ കാണാണ്ട് വേണം കഴിക്കാൻ. ബിസ്ക്കറ്റൊക്കെ അവൾക്ക് കൊടുക്കുന്നത് കുറവാണ്. നമ്മൾ കഴിക്കുമ്പോൾ വാശി പിടിച്ചാൽ കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിമോട്ട് കൺട്രോൾ ഇവിടെ ഒരാളുടെ കയ്യിലാണ് റിമോട്ട് കൺട്രോളും. ഇങ്ങനെ മാറ്റി എന്തെങ്കിലുമൊക്കെ ഇട്ട് പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. തരത്തുമില്ല, ഭയങ്കര ബഹളമായിരിക്കും. അവൾക്ക് കാർട്ടൂണിനോടൊന്നും അങ്ങനെ ക്രേസൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വെച്ച് കൊടുക്കും. പക്ഷെ അവൾക്ക് ഇങ്ങനെ വലിയ താല്പര്യമൊന്നും അങ്ങനെ കാണിക്കാറില്ല. ഇത്തിരിയൊക്കെ ഒന്ന് നോക്കും, അത്രേ ഉള്ളൂ. കഴുത്ത് അമ്മേ. TV പ്ലേ ചെയ്യണത് മറ്റേ ഹെയ്ഡി എന്ന് പറയുന്ന മറ്റേ കൊച്ചി TVയിലെ കാർട്ടൂണാണ് കേട്ടോ. നമ്മളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ലില്ലി എന്നായിരുന്നു എന്ന് തോന്നുന്നു പേര്. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കവിളിലെന്തോ പറ്റിയത്? എന്തോന്നാ ഇവിടെ കാണിക്കാൻ നോക്കട്ടെ. എന്തോ പറ്റിയത്?
വീണ നിക്കൂ? വീണ? എവിടെ വീണ്? എവിടെ ഇടിച്ച? എന്താ? ആ നിക്കൂന് പാപ്പ ഉണ്ടാക്കണം. ബാ നോക്കാം, നമുക്ക് നോക്കാം. ബാ എവിടെ കണ്ടുകൂടാ അമ്മയ്ക്ക്. നിക്കൂൻ്റെ അമ്മമ്മ പഴംപൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഏത്തപ്പഴം കൊടുക്കാൻ വേറെ ഒരു വഴിയുമില്ല. ഒന്നുകിൽ ഞാൻ ഷേക്ക് അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഏത്തപ്പഴം ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കും. അല്ലാണ്ട് അവൾ കഴിക്കത്തില്ല കേട്ടോ. അത് അമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പഴം കഴിക്കാൻ കുറച്ചെല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. ഒട്ടുമിക്ക പിള്ളേർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, ഏത്തപ്പഴം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. വേറെ പഴമൊക്കെ അവൾ ഇത്തിരി ഇതും കഴിക്കും, പക്ഷെ ഇത് മാത്രം കണ്ണിന് കണ്ടുകൂടാ, കഴിക്കത്തില്ല. അങ്ങനെ ഇങ്ങനെ ചെറിയ പരിപാടികളിലൂടെയൊക്കെയാണ് പഴം കൊടുക്കുന്നത്. അങ്ങോട്ട് നോക്കിയോ, അങ്ങോട്ട്. നോക്ക് നോക്ക് നോക്ക്. അയ്യോ, നമ്മളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ചൂട് 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 വേണ്ട. ചൂട് 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 വേണ്ട വേണ്ട. ചൂട് 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 ചൂടെന്ന്. അയ്യേ. ഇങ്ങനെ ഇതേ നമ്മുടെ ചൂട് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അമ്മ ഉണ്ടാക്കുന്ന അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അമ്മയുടെ ഇടയ്ക്ക് ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്ന് ഈവനിങ് വാക്കിന് പോയി കേട്ടോ. ഇടയ്ക്കിടയ്ക്കുള്ളതാണ് ഈവനിങ് വാക്ക്. ചെറിയ വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മളിങ്ങനെ നടന്നു പോവാണേ. ഞാൻ പോണേ. ഇനി നമ്മളിങ്ങനെ ഞാൻ നിൽക്കും ആയിട്ട് ഈവനിങ്ങിൽ ഇങ്ങനെ കുറച്ച് ടൈം നടക്കും കേട്ടോ, വെയിലൊക്കെ കൊണ്ടിട്ട്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാനാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അവസാനം കരഞ്ഞ് പിടിച്ച് വലിച്ചൊക്കെ കൊണ്ടാണ് വീട്ടിനകത്ത് കയറ്റുന്നത്. പിന്നെ കരച്ചിലായി ബഹളമായി. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാൻ മടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുന്നേ പോകുമായിരുന്നു കേട്ടോ റെഗുലറായിട്ട്. ഇത് അപ്പുറത്തെ ഒരു വീട്ടിലെ ലക്ഷ്മി ചേച്ചിയുടെ വീടാണ് കേട്ടോ. അവിടെ പോയി നിന്ന് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലെത്തി കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിൽ കയറി കേട്ടോ. എനിക്കൊരു അമ്മേരെ അടുത്താക്കി. അപ്പോഴാണ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇരുന്ന് അങ്ങോട്ട് സ്റ്റിച്ചൊന്നും ചെയ്യത്തില്ല. അപ്പം ഞാൻ കൊണ്ട് നടന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ആവും, റൂമിലൊക്കെ ആവും. അതുപോലെ തന്നെ നിൽക്കും ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി ഇടും. അപ്പോഴൊക്കെ അതങ്ങനെ കിടക്കും. ഇല്ലെങ്കിൽ എപ്പോഴും അതേ ടൈം കിട്ടുള്ളൂ. ഞാനിങ്ങനെ കുളിക്കാൻ വരുമ്പോഴാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തൂത്തൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതേണ്ട തുണിയും എല്ലാം അതിൻ്റെ അടിയിൽ നിന്നൊക്കെ വരുന്നുണ്ടോ. ഞാനിങ്ങനെ നടന്ന് സ്റ്റിച്ച് ചെയ്യും, ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് അടുക്കി പറക്കി ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിക്കുവിൻ്റെ 2 അലമാരയിലായിട്ടാണ് ഡ്രസ്സൊക്കെ വെച്ചേക്കുന്നത്. നിക്കുവിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഒരെണ്ണം കൂടെ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവാണ് അലമാര. അപ്പോൾ പിന്നെ റൂം ഫുള്ളായി. പിന്നെ സ്ഥലമില്ലാത്തതുകൊണ്ട് നിക്കുവിൻ്റെ ടോയ് ടെഡിയോ എല്ലാം എടുത്ത് അവിടെ എവിടെയൊക്കെ ഡംപ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് മേളിൽ വെച്ചേക്കാണ് സ്ഥലമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ വന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മേളിലോട്ട് താഴോട്ട് പോകണം. നിക്കും അവിടെ കിടന്ന് ബഹളമായിരിക്കും. അങ്ങനെ താഴെ പോയപ്പോൾ ചേച്ചിയും ഭദ്രയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അവർ കുറച്ച് ഡ്രസ്സും ഒക്കെ എടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അമ്മ അത് എന്താ വിളക്കൊക്കെ കൊളുത്താൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. വിളക്കൊക്കെ ഒരുക്കി വയ്ക്കുവാണ്. നിക്കുതേ ചേച്ചി എനിക്കൊരു സ്ലൈഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നിക്കുവിന്. നിക്കു ചേച്ചിക്ക് മേടിച്ച ഡ്രസ്സും കൊണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോഴോട്ടേ തൂക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. കാർട്ടൂൺ ഇപ്പോഴും അവിടെ ഓടുന്നുണ്ട്. അവളുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാർട്ടൂൺ അവിടെ ഓടിക്കൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ നിൽക്കുന്നൊരു സമാധാനമില്ല. അവൾ കാണത്തുമില്ല, പക്ഷേ അതവിടെ ഓടണം. ഇല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര പ്രശ്നം. പിന്നെ അമ്മ വിളക്കൊക്കെ കൊളുത്താനുള്ള പരിപാടിയിലാണ്. വിളക്ക് കൊളുത്തിയപ്പോൾ എനിക്കും അടുത്ത് ചെന്നിരുന്ന് ഇങ്ങനെ തൊഴയല്ല അവളെ ലക്ഷ്യം, അതിൽ കയറി പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.